So, hi guys, എൻ്റെ പേര് രഞ്ജിത്ത്. ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനറാണ് അൺലേൺ അക്കാഡമിയിലെ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മേജറായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് വേർഡ് പ്രസ്സിലെ ഓരോ വിജിറ്റ്സും എങ്ങനെ നമ്മളെ വെബ്സൈറ്റ് ഇംപ്രൂവ് ചെയ്യിപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു അഡ്വാൻസ് ലെവൽ ടോപ്പിക്കാണ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതാണ് നമ്മളെ വേർഡ് പ്രസ് പേജ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ചുള്ള അഡ്വാൻസ് ലെവൽ ടോപ്പിക് നമ്മൾ ലാസ്റ്റ് ക്ലാസ് വീഡിയോയിൽ ഓൾറെഡി പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് കാണുന്നത് ഡാഷ്ബോർഡ് തന്നെയായിരിക്കും. എപ്പോഴും നിങ്ങൾ വേർഡ് പ്രസ് ഓപ്പൺ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഡാഷ്ബോർഡ് ആയിരിക്കും ഫസ്റ്റ് വിസിബിളായി വരിക. ഡാഷ്ബോർഡിന് നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഡാഷ്ബോർഡ് നമുക്ക് ലാസ്റ്റ് ആയിട്ട് കാണാൻ പറ്റും. നമുക്ക് എന്തൊക്കെയാണോ ലാസ്റ്റ് അപ്ഡേറ്റ് നമ്മൾ വെബ്സൈറ്റിൽ ചെയ്തിട്ടുള്ളതെന്ന് കാണാം. അതേപോലെ നമ്മളെ വെബ്സൈറ്റിൻ്റെ സ്ട്രെങ്ത്, ഹെൽത്ത്, പിന്നെ നമുക്ക് ഒരുപാട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. നമുക്കിതൊക്കെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് മാറ്റി വയ്ക്കാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ലാസ്റ്റ് എന്ത് അപ്ഡേറ്റ് ആണ് ചെയ്തിട്ടുള്ളത്, എത്ര പേജസ് ആണ് ടോട്ടൽ ഉള്ളത്, എത്ര കമൻസ് ആണ് ടോട്ടൽ ഉള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡാഷ്ബോർഡിൽ അറിയാൻ പറ്റും. ഇത് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പേജാണ് കൂടുതൽ അവർ സ്പ്രെഡ് ചെയ്യാൻ നോക്കുന്നത്. ഒരു ഓവറോൾ വ്യൂ നമ്മളെ വെബ്സൈറ്റിനെ പറ്റിയത് നമുക്ക് ഡാഷ്ബോർഡിൽ ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടും. ഇതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ഡ്രാഗ് ചെയ്യാം, അവിടെ നിന്ന് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യാം. നമ്മളെ ഇഷ്ടത്തിലുള്ള രീതിയിൽ നമുക്കിത് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. രണ്ടാമത് വരുന്ന അപ്ഡേറ്റ്സ്. എപ്പോഴും നമ്മളെ ഫോണിൽ ഓരോ അപ്ഡേറ്റ്സ് വരുന്നുള്ളത് പോലെ തന്നെ നമുക്ക് വെബ്സൈറ്റിലും പ്ലഗിൻസിലാണെങ്കിലും തീംസിലാണെങ്കിലും അപ്ഡേറ്റ്സ് വന്നുകൊണ്ടേയിരിക്കും. പ്ലഗിൻസ് എന്താണെന്ന് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ, നമ്മുടെ മൊബൈലിലൊക്കെ ഫോൺ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന പോലെ പ്ലേ സ്റ്റോറിലൊക്കെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ള പോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. ഈ ആപ്ലിക്കേഷൻസിൻ്റെ പേരാണ് പ്ലഗിൻ എന്നുള്ളത്. നമ്മളിവിടെ ആപ്ലിക്കേഷൻസ് എന്ന് പറയും, ഇവിടെ നമ്മൾ പ്ലഗിൻസ് എന്ന് പറയും. സോ ഓരോ പ്ലഗിൻസിലും ഓരോ അപ്ഡേറ്റ്സ് പെർ മന്ത് അല്ലെങ്കിൽ പെർ ഇയർ, പെർ ഡേയ്സ് അനുസരിച്ച് വന്നുകൊണ്ടേയിരിക്കും. ഈ അപ്ഡേറ്റ് എല്ലാം നമ്മൾ അപ് ടു ഡേറ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വെബ്സൈറ്റ് ചിലപ്പം ഹാക്ക് ആവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. സോ അങ്ങനത്തെ ഇഷ്യൂസ് വരാതിരിക്കാനും മാക്സിമം പുതിയ ഫീച്ചേഴ്സ് അവൈലബിൾ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി ബേസ് ചെയ്തിട്ട് നമ്മൾ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമുക്ക് അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ഈ ഒരു ഓപ്ഷനിലേക്ക് നമ്മൾ അവൈലബിൾ ആകാം. രണ്ടാം നമുക്ക് വരുന്ന ബ്ലോഗ് എന്ന് പറഞ്ഞൊരു സെക്ഷനാണ്. ബ്ലോഗ് എന്താണ് എന്നുള്ള ഞാനൊരു ബ്രീഫ് ഐഡിയ തരാം. ഇപ്പോൾ എൻ്റെ സർവീസ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. എൻ്റെ ഓഡിയൻസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്ത് വരാം, പക്ഷേ ഒരു പരിധി വരെ അവർ സെർച്ച് ചെയ്ത് വരത്തുള്ളൂ. കൂടുതൽ ആൾക്കാർ അവരുടെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഗൂഗിളിലായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലൈക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചാൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ, ഇല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്തൊക്കെ ടോപ്പിക്കാണ് ഇൻക്ലൂഡ് ആവുന്നത്, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മളെ ഓഡിയൻസിന് മുന്നിൽ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മളെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. സോ അതിനെല്ലാത്തിനും ഒരു സൊല്യൂഷന് അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്താണെന്ന് അനലൈസ് ചെയ്തതിന് ശേഷം അത് ക്വസ്റ്റ്യനായിട്ട് വെച്ചുകൊണ്ട് അതിൻ്റെ നമ്മളെ ഐഡിയ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഷെയർ ചെയ്യുന്ന ഓരോ സെക്ഷൻസിനെയാണ് നമ്മൾ ബ്ലോഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ആഫ്റ്റർ 12th വാട്ട് വി ക്യാൻ ഡു എന്നൊക്കെ പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ ഒരുപാട് ബ്ലോഗ്സ് അവൈലബിൾ ആയിട്ട് കിട്ടും. 12th കഴിഞ്ഞ് നമുക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നും അത് അവരുടെ കമ്പനിയും കൂടെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടായിരിക്കും ആ ബ്ലോഗ്സ് അവർ പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഇതേപോലെ ഓരോ ക്വസ്റ്റ്യനും നമുക്ക് വേണമെങ്കിൽ ബ്ലോഗ് എന്നുള്ള രീതിയിൽ നമുക്കിവിടെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ആരെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിയൻസിൻ്റെ അടുത്ത് നമ്മൾ ഫസ്റ്റ് പോകാൻ പോകുന്നത് നമ്മുടെ ബ്ലോഗ് തന്നെയായിരിക്കും. അവിടെ നിന്ന് ഓഡിയൻസ് നേരെ നമ്മുടെ വെബ്സൈറ്റിലോട്ട് വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. സോ ഇതിനെ പറ്റിയാണ് നമ്മൾ പോസ്റ്റ് എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്നത്. പിന്നെ വരുന്നതാണ് മീഡിയാസ്. നമ്മളെ ഫോൺ ഗാലറിക്കകത്ത് നമുക്ക് എന്തൊക്കെ അവൈലബിൾ ആയിട്ട് കാണാൻ പറ്റും. നമ്മളെ ഫോട്ടോസ്, നമ്മളെ വീഡിയോസ്, നമ്മളെ സ്ക്രീൻഷോട്ട് എല്ലാം അല്ലേ. മീഡിയാസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഫോട്ടോസും വീഡിയോസും ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു സെക്ഷനാണ് നമ്മുടെ ഫോണിൽ ഗാലറി എന്ന് പറയുന്നത്. ഇതുപോലെ നമ്മളുടെ വെബ്സൈറ്റിൻ്റെ ഗാലറിയാണ് മീഡിയാസ്. ഇവിടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസ്, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം സേവ് ആയി കിടക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. നമ്മുടെ വെബ്സൈറ്റിന് വേണ്ടി എന്തായാലും നമ്മൾ ഇമേജസ് ഒക്കെ അപ്ലോഡ് ചെയ്യും. നമുക്ക് ഒന്നിൽ ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റ്ലി അപ്ലോഡ് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മൾ വെബ്സൈറ്റിൻ്റെ ബാക്ക് എൻഡിൽ പോയി അപ്ലോഡ് ചെയ്യാം. അതെങ്ങനെയാണ് നമ്മൾ നോക്കാം. ഇവിടെ നിന്ന് അപ്ലോഡ് ചെയ്യാനായിട്ട് ജസ്റ്റ് ആഡ് മീഡിയ ക്ലിക്ക് ചെയ്യുക. ആഡ് മീഡിയ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ സെലക്ട് ഫയൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റ്ലി അപ്ലോഡ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് അടുത്ത വരുന്നത് പേജസ്. ഏതൊരു വെബ്സൈറ്റ് എടുത്താലും ഒരുപാട് പേജസ് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ അൺലേൺ അക്കാഡമിയിലെ വെബ്സൈറ്റിലോട്ട് പോവുകയാണ്. ഇവിടെ നമ്മളിപ്പോൾ കയറിയാലും ഒരുപാട് പേജസ് നമുക്കിവിടെ ഇപ്പം ഹോം എന്നുള്ള പേജ് ഉണ്ട്, എബൌട്ട് എന്ന് പറഞ്ഞ പേജ് ഉണ്ട്, വേറെ പേജിലോട്ടാണ് പോയിരിക്കുന്നത്. അതേപോലെ തന്നെ പ്ലേസ്മെൻറ്റ്സ് എന്ന് പറഞ്ഞ പേജ് ഉണ്ട്, ബ്ലോഗ് എന്ന് പറഞ്ഞ പേജ് ഉണ്ട്, കോൺടാക്ട് എന്ന് പറഞ്ഞ പേജ് ഉണ്ട്. അങ്ങനെ ഒരുപാട് പേജസ് നമ്മൾ അൺലേൺ അക്കാഡമിയിൽ തന്നെ ഉണ്ട്. അതായത് നമ്മൾ അൺലേൺ അക്കാഡമി.in എന്നുള്ള വെബ്സൈറ്റിൽ തന്നെയുണ്ട്. ഇതുപോലെ ഓരോ വെബ്സൈറ്റിലും ഒരുപാട് പേജസ് കാണും. ചില വെബ്സൈറ്റിലൊക്കെ സിംഗിൾ പേജ് ആയിരിക്കും, ചില വെബ്സൈറ്റൊക്കെ മൾട്ടി പേജസ് ആയിരിക്കും. ഈ ഓരോ പേജസും ക്രിയേറ്റ് ചെയ്യേണ്ട സെക്ഷനാണ് ഇവിടെ. നമുക്ക് ഇവിടെ നിന്ന് ആഡ് എ ന്യൂ പേജ് കൊടുത്ത് ഹോം പേജ് ക്രിയേറ്റ് ചെയ്യാം, ആഡ് എ ന്യൂ പേജ് കൊടുത്ത് എബൌട്ട് അസ് പേജ് ക്രിയേറ്റ് ചെയ്യാം, ആഡ് എ ന്യൂ പേജ് കൊടുത്ത് നമുക്ക് വേറെ ഇഷ്ടംപോലെ പേജസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഈസി പ്രോസസ്സാണ്. ജസ്റ്റ് ഇവിടെ ആഡ് എ ന്യൂ പേജ് കൊടുക്കുക,
അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഒരു പേജിലോട്ട് നമ്മൾ റീഡയറക്റ്റ് ആയി പോകും. ഈ റീഡയറക്റ്റ് ആയി പോയി ഇവിടെ നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതെല്ലാം നമ്മൾ അപ്കമിങ് ക്ലാസ്സസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പേര് മാത്രമാണ് കൊടുക്കാൻ നോക്കുന്നത്. ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത പേജ് ഇവിടെ ഇപ്പോൾ ഞാൻ അവൈലബിൾ ആയിട്ട് വരും. ഞാൻ ഇപ്പോൾ പബ്ലിഷ് ചെയ്തില്ല, പബ്ലിഷ് ചെയ്തെങ്കിൽ അവിടെ അവൈലബിൾ ആയിട്ട് വരും. നമുക്ക് ഈ പേരൊക്കെ മാറ്റാൻ പറ്റും. ഈ സിമ്പിൾ പേജ് എന്നുള്ളതെല്ലാം നമുക്ക് ക്വിക്ക് അടിച്ച് ക്ലിക്ക് ചെയ്യാം, നമുക്കത് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഹോം ആണെന്നുണ്ടെങ്കിൽ ഹോം ഒന്ന് ചേഞ്ച് ചെയ്യാം. നമുക്ക് സ്ലഗ് ഒക്കെ ഉണ്ട്, സ്ലഗ് ഒക്കെ SEO ആയിരിക്കും നമ്മൾ മേജറായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അവിടെ ഞാനിപ്പോൾ ഹോം ഒന്ന് കൊടുക്കുകയാണ്. നമുക്കാണെങ്കിൽ പാസ്വേഡൊക്കെ സെറ്റ് ചെയ്യാം. അതായത് ഈ പാസ്വേഡ് ടൈപ്പ് ചെയ്താൽ മാത്രമേ അവർക്ക് ഹോം പേജ് വിസിബിളായി വരത്തുള്ളൂ. ആ രീതിയിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പ്രൈവറ്റ് ആക്കാനൊക്കെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാൻ കറൻറ്റ്ലി അത് പ്രൈവറ്റ് ആക്കുന്നില്ല, ജസ്റ്റ് ലെറ്റ് ഇറ്റ് ബി പബ്ലിക്. എന്നിട്ട് നമുക്ക് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ് എന്നുള്ള രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇതേപോലെ നമുക്ക് എബൌട്ട് അസ് പേജ്, കോൺടാക്ട് അസ് പേജ്, അങ്ങനെ എല്ലാ പേജസ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ വരുന്നതാണ് കമൻറ്റ്സ്. ഓരോ ബ്ലോഗിൻ്റെ അടിയിലും അല്ലെങ്കിൽ ഓരോ പ്രോഡക്റ്റിൻ്റെ അടിയിലും നമുക്ക് ഇങ്ങനെ കമൻറ്റ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ വരാം. മേജർലി വരാൻ പോകുന്ന എല്ലാ ബ്ലോഗിൻ്റെയും താഴെ കമൻറ്റ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. ആ ബ്ലോഗിനെ പറ്റി എഴുതിയിട്ടുള്ളതിനെ കുറിച്ച് നമുക്ക് എന്താണ് ഐഡിയ ഉള്ളത് അത് നമുക്ക് ഷെയർ ചെയ്യാം. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റി ഞാനൊരു കോണ്ടന്റ് എഴുതുകയാണ്, നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ സൂപ്പർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം. ഇല്ല നിങ്ങൾക്ക് അല്ലെങ്കിൽ ആഡ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ബേസിൽ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാം. സോ ഈ കമൻറ്റ്സ് എല്ലാം എനിക്ക് വന്ന് കിടക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ കമൻറ്റ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ. ഇതിനകത്ത് എല്ലാ ബ്ലോഗിൻ്റെ എല്ലാ കമൻറ്റ്സും വരും. ഈ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ബ്ലോഗിൻ്റെയും പോയി, ഇപ്പോൾ ഞാൻ ഒരു 10-12 ബ്ലോഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ ബ്ലോഗിൻ്റെ അണ്ടറിൽ പോയി എന്തെങ്കിലും പുതിയ കമൻറ്റ്സ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. ഇതാകുമ്പോഴത്തേക്ക് എല്ലാ കമൻറ്റ്സും കൂടെ എനിക്ക് ഒറ്റ സെക്ഷൻ ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടും. കുറച്ചും കൂടി ഈസിയാണ്. ഇതിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ചിലപ്പോൾ നെഗറ്റീവ് കമൻറ്റ്സ് ഉണ്ടെങ്കിൽ എനിക്കാണെങ്കിൽ അത് ഡിസപ്രൂവ് ചെയ്യാം. ഡിസപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് പബ്ലിക്കലി അവൈലബിൾ ആയിരിക്കില്ല. സോ നമ്മൾ അപ്രൂവ് ചെയ്ത കമൻറ്റ്സ് മാത്രമേ പബ്ലിക്കിൻ്റെ അടുത്തോട്ട് പോകത്തുള്ളൂ. അങ്ങനെ നമുക്ക് കമൻറ്റ്സ് ഒക്കെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ വരുന്നതാണ് അപ്പിയറൻസ്. അപ്പിയറൻസ് ബേസിക്കലി എന്തിനാണെന്ന് വെച്ചാൽ എങ്ങനെ നമ്മളെ വെബ്സൈറ്റ് വരണം, അതായത് ഹെഡർ എങ്ങനെ വരണം, ഫൂട്ടർ എങ്ങനെ വരണം, ഇതിൻ്റെ ഇടയിൽ കോണ്ടന്റ് എത്ര സ്പേസ് വേണം, ഇതിൻ്റെ ടെക്സ്റ്റ് എന്ത് വേണം, സ്റ്റൈൽ എന്ത് വേണം എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് തീം എന്ന് പറയുന്നത്. ടെംപ്ലേറ്റ് വേറെയാണ്, ടെംപ്ലേറ്റും തീമുമായിട്ടും നല്ല ഡിഫറൻസ് ഉണ്ട്. തീം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്നുകൂടെ പറയാം, എത്ര ഭാഗം നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റണം, ഹെഡർ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റണോ വേണ്ടയോ, ഫൂട്ടർ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റണോ വേണ്ടയോ, ഇതിൻ്റെ ടെക്സ്റ്റിൻ്റെ സൈസ്, ഫോണ്ടിൻ്റെ സൈസ്, ഹെഡിങ്ങിൻ്റെ സൈസ് എല്ലാം മാത്രമാണ് നമുക്ക് തീമിൽ വരുന്നത്. ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ആൾക്കാർ ഫുൾ വെബ്സൈറ്റ് A to Z കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ ജസ്റ്റ് അതിൻ്റെ കോണ്ടന്റ് മാത്രം മാറ്റി കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇമേജ് മാത്രം മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് എന്നുള്ള രീതിയിലൂടെ കമ്പയർ ആവും. സോ തീമും ടെംപ്ലേറ്റും നമുക്ക് എങ്ങനെയൊക്കെ ആക്ടിവിറ്റി ചെയ്യാന്നുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് അടുത്ത വരുന്ന പ്ലഗിൻസ് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഫീച്ചറിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ആഡ് എ ന്യൂ പ്ലഗിൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഓരോ പ്ലഗിൻ ആഡ് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാൾ പ്ലഗിനിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാ പ്ലഗിൻസ് അവിടെ കാണാൻ പറ്റും. ഇപ്പം ഞാൻ ഇവിടെ പോയിട്ട് എലമെൻറ്റർ എന്നുള്ളൊരു പോപ്പുലർ പ്ലഗിൻ ഞാൻ സെർച്ച് ചെയ്യാണ്. എലമെൻറ്റർ എന്ന് ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്തതിന് ശേഷം ഇവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി അതിലൂടെ എലമെൻറ്റർ എന്നുള്ളൊരു സെക്ഷൻ ഇവിടെ അവൈലബിൾ ആയിട്ട് വരുന്നതായിരിക്കും. സോ ഈ ഒരു എലമെൻറ്റർ പ്ലഗിന് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ തൊട്ടപ്പോൾ തന്നെ ഇൻസ്റ്റാൾ നൗ എന്നുള്ള ഓപ്ഷൻ കാണും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്കായി അത് ഇൻസ്റ്റാൾ ആയതിന് ശേഷം നമുക്കത് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്ലഗിന് നമ്മുടെ വെബ്സൈറ്റുമായിട്ട് കണക്റ്റ് ആകും, അതായത് വെബ്സൈറ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ നമുക്ക് ഒരുപാട് പ്ലഗിൻസ്, ഇപ്പോൾ എലമെൻറ്ററിൽ ടൈപ്പ് ചെയ്താൽ തന്നെ ഏകദേശം ഒരുപാട് പ്ലഗിൻസ് ഇവിടെ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ ആക്ടിവേറ്റ് ഞാൻ കൊടുക്കാനുള്ള ഓപ്ഷൻ വന്നു. ആക്ടിവേറ്റ് ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ പ്ലഗിൻ ഏകദേശം ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. നമുക്കിവിടെ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്ത് ആക്ടിവേറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാനത് കറൻറ്റ്ലി സ്കിപ്പ് ചെയ്യാണ്. ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമുക്ക് അടുത്ത യൂസേഴ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ വരുന്നുണ്ട്. യൂസേഴ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ ഒരു വെബ്സൈറ്റ് ഫുള്ളി ക്രിയേറ്റ് ചെയ്തു, അതായത് A to Z എന്നുള്ള രീതിയിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇപ്പോൾ നിങ്ങളൊരു എംപ്ലോയി വരെയാണ്, നിങ്ങളൊരു കമ്പനിയുടെ പുതിയൊരാൾ നിങ്ങളെ വെബ്സൈറ്റ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി വരികയാണ്, അല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് ഈ വെബ്സൈറ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. കൊടുക്കുന്ന സമയത്ത് നിങ്ങളെ യൂസർ നെയിം പാസ്വേഡും ഉൾപ്പെടെയായിട്ട് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ലൈക്ക് അവർക്ക് വേണമെങ്കിൽ യൂസർ നെയിം പാസ്വേഡും കളക്ട് ചെയ്തതിന് ശേഷം അവർക്ക് ചേഞ്ച് ചെയ്ത് അവരുടെ വെബ്സൈറ്റ് യൂസ് ചെയ്യാം. സോ അങ്ങനത്തെ ഒരുപാട് രീതിയിലുള്ള ചിലപ്പോൾ ഇഷ്യൂസ് ഫേസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഹാക്കേഴ്സിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ നമ്മുടെ വെബ്സൈറ്റിൻ്റെ മെയിൻ യൂസർ നെയിം പാസ്വേഡ് കിട്ടി അവർക്ക് ഹാക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരണമുണ്ട്. നമുക്ക് അതിന് പകരമായി ഒരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷനാണ് ഈ യൂസേഴ്സ് അല്ലെങ്കിൽ ഓൾ യൂസേഴ്സ് എന്നുള്ള സെക്ഷൻ. ഇവിടെ നമുക്ക് നമ്മളെ എംപ്ലോയീസിന് ഒരു പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും നമ്മുടെ വെബ്സൈറ്റിൻ്റെ. അതായത് വെബ്സൈറ്റിൽ ഇപ്പോൾ ഓൾറെഡി എനിക്ക് യൂസർ നെയിം പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാൻ പറ്റും. പക്ഷേ എൻ്റെ എംപ്ലോയീസിന് വേറൊരു യൂസർ നെയിം പാസ്വേഡും കൊടുത്ത് അവർക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതാകുമ്പോഴത്തേക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ യൂസർ നെയിം പാസ്വേഡും സെക്യൂർഡ് ആയിരിക്കും. അതായത് നമ്മൾക്ക് മാത്രം അറിയുന്ന രീതിയിൽ നമുക്കത് സെറ്റ് ചെയ്യാം.
നമ്മൾ എംപ്ലോയിന് വേണ്ടി വേറൊരു യൂസർ നെയിം പാസ്വേഡും കൊടുത്ത് ആ എംപ്ലോയി ഫുൾ വർക്ക് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ആ യൂസർ നെയിം പാസ്വേഡും ഡിലീറ്റ് ചെയ്ത് അത് നമ്മളെ വെബ്സൈറ്റിലൂടെ അത് കൺവേർട്ട് ചെയ്യാം കോണ്ടന്റ്. സോ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസേഴ്സ് എന്നുള്ള സെക്ഷൻ വരുന്നത്. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ആഡ് യൂസേഴ്സ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ എൻ്റെ മെയിൽ ഐ ഡി നമുക്ക് ഞാനിവിടെ കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ രഞ്ജിത്ത്@sowmya, അതായത് എൻ്റെ യൂസർ നെയിം ഞാൻ ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യാണ്. .com എന്നുള്ള രീതിയിൽ ഞാൻ ടൈപ്പ് ചെയ്തു. അതിനുശേഷം എൻ്റെ ഫസ്റ്റ് നെയിം ടൈപ്പ് ചെയ്യാണ്. ഞാൻ ഇപ്പോൾ രഞ്ജിത്ത് എന്ന് ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ പേര് കൊടുക്കാം. നമുക്ക് പാസ്വേഡ് കൊടുക്കാം. പാസ്വേഡ് ഞാൻ കുറച്ചുകൂടി ഈസി പാസ്വേഡായിട്ട് admin@123 എന്നുള്ള രീതിയിലൊക്കെ കൊടുത്തു. അതിനുശേഷം നമുക്കിവിടെ കൺഫേം ചെയ്യാം പാസ്വേഡ് ഇതാണെന്നുള്ളത്. നമുക്കിവിടെ റോൾ കൊടുക്കാം, ഏതാണ് വേണ്ടതെന്നുള്ളത്. ഞാൻ ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ റോൾ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫുൾ ആക്സസ് ചെയ്യാൻ പറ്റും. എഡിറ്റർ റോൾ ആണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ലിമിറ്റഡ് ആക്സസേ വരത്തുള്ളൂ. സോ അങ്ങനെ നമുക്ക് ആഡ് യൂസേഴ്സ് കൊടുത്ത് അവരെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അവർ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവരുടെ യൂസർ നെയിം എന്ന് പറയുമ്പോൾ അവരുടെ മെയിൽ ഐ ഡിയും അവർക്ക് പാസ്വേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു സെക്ഷൻ ആയിരിക്കും അവരുടെ പാസ്വേഡ് എന്ന് പറയുന്നത്. ഈ രീതിയിൽ നമ്മളെ ഓഡിയൻസിന് അല്ലെങ്കിൽ നമ്മളെ കസ്റ്റമേഴ്സിന് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇങ്ങനെയായിരിക്കും നമുക്ക് ഓൾറെഡി യൂസേഴ്സ് കസ്റ്റമേഴ്സ് മാത്രമല്ല നമ്മൾ എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ ഇല്ല വേറെ ടീമിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇതേ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ വരുന്ന രണ്ട് ടൂൾസ് തന്നെ നമ്മുടെ ടൂൾസും സെറ്റിംഗ്സ് എന്നുള്ള രണ്ട് ഓപ്ഷനുകൾ വരുന്നതാണ്. ഇത് നമ്മൾ മേജറായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന SEO പാർട്ടിലായിരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് നോർമലി നമ്മൾ വേർഡ്പ്രസ്സിലോട്ട് വരുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു വെബ്സൈറ്റ് സ്ക്രാച്ച് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ടെംപ്ലേറ്റ് യൂസ് ചെയ്ത് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. എന്തൊക്കെ പ്ലഗിൻസ് ആണ് നമ്മൾ മേജർലി ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഈ ക്ലാസ് നമ്മളിവിടെ വൈൻഡ് ചെയ്യാണ്. ഇതിൻ്റെ പാർട്ട് വരുന്നുണ്ട്. So let's sign out. Ranjit Jia from Unlearn Academy. Thank you.